നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ധർമ്മസ്ഥലയിൽ ഒട്ടേറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ആളെ കാണാനില്ലാതായി. വിദ്യാർത്ഥിനികളടക്കം 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചുമൂടിയെന്ന് ധർമ്മസ്ഥല ക്ഷേത്ര മുൻ ശുചീകരണ തൊഴിലാളിയെയാണ് വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരാൻ പോലീസ് കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെയാണ് പുതിയ സംഭവം. ഇയാൾക്ക് സാക്ഷി സംരക്ഷണ നിയമപ്രകാരം പോലീസ് സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടും ആളെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം ഇയാളുടെ ബ്രെയിൻ മാപ്പിംഗ്, വിരലടയാളം, നാർക്കോ അനാലിസിസ് പരിശോധനകൾ നടത്താൻ പോലീസ് കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് തെറ്റാണെന്ന് മുൻ ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകൻ പറയുന്നു. പരാതിക്കാരൻ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും എന്നാൽ പോലീസ് പ്രതികരിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. അഡ്വക്കേറ്റുമാരായ എസ്.ജെ. ധീരജ്, അന്യഗൌഡ എന്നിവരാണ് പരാതിക്കാരന് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ജൂലൈ 10-ന് സംരക്ഷണം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പരാതിക്കാരൻ്റെ അഭിഭാഷകനെ പോലീസ് അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇമെയിൽ മാത്രമാണ് ആശയവിനിമയം നടന്നതെന്നും പരാതിക്കാരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ദക്ഷിണ കന്നഡ SP ഡോക്ടർ അരുൺ പറഞ്ഞു. പരാതിക്കാരൻ്റെ അഭിഭാഷകൻ FIRൻ്റെയും പരാതിയുടെയും എഡിറ്റ് ചെയ്ത പകർപ്പുകൾ മാധ്യമങ്ങൾക്ക് നൽകിയതിൽ SP ആശങ്ക പ്രകടിപ്പിച്ചു. ജൂലൈ 14-ന് 4 മണിക്കൂറിലധികം സമയമെടുത്ത് പോലീസ് സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയതായി അഭിഭാഷകർ പറഞ്ഞു. പരാതിക്കാരൻ്റെ താൽക്കാലിക വിലാസം ജൂലൈ 13-ന് ഇമെയിൽ വഴി പോലീസിനു കൈമാറിയതായി അഭിഭാഷകർ പറയുന്നു. ജൂലൈ 11-ന് പരാതിക്കാരൻ മജിസ്ട്രേറ്റിന് മുന്നിൽ സത്യവാങ്മൂലം നൽകുകയും മനുഷ്യാസ്തികൂടം കൈമാറുകയും ചെയ്തിരുന്നു. ഈ അവശിഷ്ടങ്ങൾ കോടതി പോലീസിന് കൈമാറി. എന്നാൽ പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്ഥലം സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒന്നും നടന്നില്ലെന്നാണ് പരാതി. അതേസമയം കേസുമായി ബന്ധപ്പെട്ട ഹർജി ഇതിനകം സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടെന്ന് ദക്ഷിണ കന്നഡ പോലീസ് അറിയിച്ചു. 1995, 2014 കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 100ഓളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കാര്യമായ അന്വേഷണം നടക്കാതെയായതോടെ ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴിയും തെളിവും നൽകി. ധർമ്മസ്ഥലയിലെ ഈ വെളിപ്പെടുത്തൽ രാജ്യത്തെ ഒട്ടാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പണക്കൊഴുപ്പ് കൊണ്ട് മാത്രം ഈ രാജ്യത്തെ വിലക്ക് വാങ്ങാമെന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.